and welcome to another interesting session with English Ladder. Hey, why don't you sit down and do the video? I'm sorry, I like it this way. I think I'm more comfortable this way. Okay, cool. It's okay? Fine with all? Yeah, fine. Yeah? Alright. Okay, so എൻ്റെ colleague ആക്ച്വലി എന്നോട് ഇരുന്ന് വീഡിയോ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ നിന്നിട്ടാണ്. അപ്പം ഞാൻ നൈസായിട്ടൊന്ന് ഡിസഗ്രി ചെയ്ത് വിട്ടതാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയാം, പക്ഷേ നിങ്ങൾക്ക് ഡിസഗ്രി ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ നമ്മൾ എങ്ങനെ പൊളൈറ്റ് ഡിസഗ്രി ചെയ്യും? അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോട്ട് ജസ്റ്റ് ഡിസഗ്രി, അഗ്രി ചെയ്യണമെന്നെങ്കിലും നമ്മൾ എങ്ങനെ പൊളൈറ്റായിട്ട് അഗ്രി ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമുക്ക് ഈ സിറ്റുവേഷൻ തന്നെ നോക്കാം. എൻ്റെ കൊളീഗ് എൻ്റെ എന്നോട് പറഞ്ഞത്, വൈ ഡോണ്ട് യു സിറ്റ് ഡൗൺ ആൻഡ് ഡു ദ വീഡിയോ? ഇരുന്നെന്താ വീഡിയോ ചെയ്താലെന്നാണ് ചോദിച്ചത്. പുള്ളിക്കാരിക്ക് ചിലപ്പോൾ അതായിരിക്കും ഇഷ്ടം. ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പം ഷീ ഫൈൻഡ്സ് ഇറ്റ് ബെറ്റർ. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ നിന്ന് ചെയ്യാനാണ്. സോ വാട്ട് ഡിഡ് ഐ സേ? ഞാൻ പെട്ടെന്ന് എന്താ പറഞ്ഞത്? പറ്റത്തില്ല എന്നാണോ പറഞ്ഞത്? ഐ കാൺ ഡു ഇറ്റ് എന്നാണോ പറഞ്ഞത്? അല്ല, ഐ എം സോറി, ഐ ലൈക്ക് ഇറ്റ് ബെറ്റർ വെൻ ഐ എം സ്റ്റാൻഡിങ് ഓർ ഐ എം മോർ കംഫർട്ടബിൾ ദിസ് വേ. ഐ എം സോറി എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്, അല്ലേ? ഞാൻ നോ ഐ കാൺട്ട് എന്നൊന്നുമല്ല പറഞ്ഞ്, ഐ എം സോറി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നാൽ, ഡിക്ലൈൻ ചെയ്യേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നാൽ, മേക്ക് ഷുവർ യു സേ ആൻഡ് ഐ എം സോറി. സോ ഇറ്റ് സൗണ്ട്സ് മോർ പൊളൈറ്റ്. ഓക്കെ, അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് അത്രയ്ക്ക് അഗ്രി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു ആശയം അത്രയ്ക്ക് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ യു ക്യാൻ സേ, ഐ എം അഫ്രേഡ് ഐ കാൺ അഗ്രി വിത്ത് യു. ഐ എം അഫ്രേഡ് ഐ കാൺ അഗ്രി വിത്ത് യു. അതായത് നീ പറഞ്ഞ ആശയം നിൻ്റെ അഭിപ്രായമാകാം, പക്ഷേ എനിക്കെന്തോ അതുമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. ഐ എം അഫ്രേഡ് ഐ കാൺ അഗ്രി വിത്ത് യു. ഓക്കെ, തേർഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രണ്ട്സ് ചിലപ്പോൾ ഒക്കെ ഈ ഊഹാപോഹത്തിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയും, അല്ലേ? അത് ജെനുവിൻ ആണോ നമുക്ക് പോലും അറിയില്ലല്ലേ. അവൻ്റെ വണ്ടിക്ക് 40 ലക്ഷം അല്ലെങ്കിൽ 2 കോടി, അയാളുടെ വണ്ടി, ആ ആക്ട്രസിൻ്റെ ഡ്രസ്സ് കണ്ടായിരുന്നു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയും. അത് എത്രത്തോളം ജെനുവിൻ ആണെന്ന് നമുക്ക് അറിയില്ലല്ലേ. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്കൊരു കാര്യം ജെനുവിൻ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാം, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ട്രൂ. അതൊന്നും ശരിയല്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ പൊളൈറ്റായിട്ട് എന്താ പറയുക? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ട്രൂ. ആ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സോ യു ഡിസഗ്രീയിങ് വിത്ത് ദം. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇതാണ് കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങളും യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടത് ഡിസഗ്രീമെൻറ്റിൻ്റെ സിറ്റുവേഷൻസ് ആണല്ലേ. ഇനി നമ്മൾ അഗ്രി ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഡിസ്കഷനിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച അതേ കാര്യമാണ് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞതെങ്കിൽ യു ക്യാൻ സേ, ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ തിങ്ക്. ഇത് തന്നെയാണ് ഞാനും ആലോചിച്ചത്. ഓക്കെ, ഓർ യു ക്യാൻ സേ, ഐ കുഡൻറ്റ് അഗ്രി മോർ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ വെറുതെ യെസ് ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഗുഡ്. ഓക്കെ, ഇനി നമ്മുടെ ഇപ്പോൾ ഒരു ഓഫീസാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ബിസിനസ് പ്രപ്പോസൽസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു പ്രപ്പോസലിൻ്റെ അഭിപ്രായം നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സേ, ഐ എം ഇൻ ടോട്ടൽ അഗ്രീമെൻറ്റ് വിത്ത് ദ പ്രപ്പോസൽ. ഇതിലൊരു ഐഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഐ എം ഇൻ ടോട്ടൽ അഗ്രീമെൻറ്റ് വിത്ത് ദി ഐഡിയ. ഓക്കെ, എനിക്ക് ഓക്കെയാണ്, എനിക്ക് സെറ്റാണ് എന്നൊക്കെ പറയുന്നതിലുപരി നമുക്ക് ഭയങ്കര ഫോമലായിട്ടും ഭയങ്കര നന്നായിട്ട് നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യമാണ്, ഐ എം ഇൻ ടോട്ടൽ അഗ്രീമെൻറ്റ് വിത്ത് ദ പ്രപ്പോസൽ ഓർ ഐ എം ഇൻ ടോട്ടൽ അഗ്രീമെൻറ്റ് വിത്ത് ദി ഐഡിയ. അപ്പോൾ ഈ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നിങ്ങൾക്കറിയാലോ നമുക്കിത് പ്രാക്ടിക്കലി യൂസും ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ലൈഫിൽ ഉറപ്പായിട്ടുണ്ടാവും, അഗ്രി ചെയ്യാനും ഡിസഗ്രി ചെയ്യാനും. അപ്പോൾ ഇനിയും സ്റ്റക്ക് ആവണ്ട കേട്ടോ. ഞാൻ ഇനി എങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ, എങ്ങനെ ഡിസ്പ്ലീസ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ ഡിസഗ്രി ചെയ്യും എന്നുള്ള ഡൗട്ട് ഇനിയും വേണ്ട. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്രേസൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, so I hope you use it and I'll be helpful for you. So I'll see you in next video. Till then, bye.